ഈ വാരം നമ്മൾക്ക് ഒലുവക്കോടിൽ നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. ഒലുവക്കോടിൽ നിന്നും മിനിയാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത്. എൻ്റെ മകൻ PG നല്ല രീതിയിൽ തന്നെ പാസ്സായൊരു കുട്ടിയാണ്. എന്നിട്ടും അവന് ജോലിയൊന്നും തന്നെ ശരിയാക്കുന്നില്ല എന്നതാണ് പ്രശ്നം. അവനിപ്പോൾ ബാംഗ്ലൂരിലാണ്. 1-2 കമ്പനികളിൽ വർക്ക് ചെയ്തെങ്കിലും ഒന്നിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 3 മാസമായിട്ട് വെറുതെ ഇരിക്കുകയാണ്. ഇത് കാരണം ഞങ്ങൾക്കാർക്കും തന്നെ ഒരു സമാധാനവുമില്ല. ദയവായി അവൻ്റെ ജാതകം നോക്കിയിട്ട് അവൻ്റെ കഷ്ടകാലം എന്ന് തീരുമെന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞു തരണമെന്നാണ് മിനി പറഞ്ഞിരിക്കുന്നത്. 1986 ജൂലൈ മാസം 25-ാം തീയതി വൈകുന്നേരം 5:38 ജനിച്ചിരിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദത്തിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയം ബുധദശാകാലമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബുധന്റെ ദശാകാലം ഗുണകരമായിരിക്കുന്ന സമയമാണ്. പൊതുവെ 2007 ഒക്ടോബർ മാസം 26-ാം തീയതി മുതൽക്ക് ബുധന്റെ ദശാകാലം ആരംഭിച്ചു. 17 കൊല്ലാണ് ബുധന്റെ ദശാകാലം പൊതുവെ പറഞ്ഞിരിക്കുന്നത്. ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2014 നവംബർ മാസം 26-ാം തീയതി മുതൽക്കായിട്ട് ജാതകവശാൽ ബുധന്റെ ദശയിൽ ചന്ദ്രാപഹാര കാലഘട്ടമാണ് മകന്റെ ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തിൽ ദോഷം ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. 2016 ഏപ്രിൽ മാസം 26-ാം തീയതി വരെയുള്ള ഒരു കാലഘട്ടം വരേക്ക് ഈ ചന്ദ്രന്റെ അപഹാര പീരീഡ് പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയ കാലഘട്ടത്തിൽ പലതരത്തിലുള്ളതായിരിക്കുന്ന വിഷമതകൾക്കുള്ളൊരു സാധ്യത പൊതുവെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ജോലിക്ക് ഇപ്പോൾ 3 മാസമായിട്ട് വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനിയും കുറച്ച് ജോലിപരമായിരിക്കുന്ന വിഷമതകൾക്കുള്ളൊരു സാധ്യത പൊതുവെ കാണുന്നുണ്ട്. 2016 ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും സ്ഥിരമായിരിക്കുന്ന ഒരു ജോലിക്ക് കൂടുതലായിരിക്കുന്ന ഒരു സാധ്യത എന്നുള്ളതാണ് പൊതുവെ പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും ജാതകപ്രകാരം ബുധന്റെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്താൻ ഉതകുന്നതായിരിക്കുന്ന പരിഹാര ക്രിയകൾ നടത്തുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. കാരണം ജാതകവശാല ബുധൻ നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്. മാത്രമല്ലാതെ 8-ാം ഭാവവും അഷ്ടമസ്ഥാനത്തിലായിട്ടാണ് പോയി നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ബുധന്റെ ദശാകാലത്തിൽ ചെറിയ വിഷമതകൾക്കുള്ള ഒരു സാധ്യതകൾ കൂടിയിട്ട് പറയുന്നുണ്ട്. 8-ാം ഭാവത്തിൽ അനിഷ്ട രാശിയിൽ നിൽക്കുന്ന ബുധന് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. ബുധൻ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വഴിപാടുകൾക്ക് കൊടുക്കുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ ചന്ദ്രന്റെ അപഹാര കാലഘട്ടം കഴിയുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മാസം തോറും ദുർഗാദേവി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി മുതലായുള്ളതായിരിക്കുന്ന വഴിപാടുകൾക്ക് കൊടുക്കുന്നതും ഏറ്റവും ഗുണകരമായിരിക്കും എന്നാണ് പൊതുവെ പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ തന്നെ ഒരു 3 മാസത്തിന് ശേഷമുള്ള ഒരു വർഷത്തിനൊരു കാലഘട്ടം കുറച്ചുകൂടി പ്രയാസങ്ങൾക്കൊരു സാധ്യത കൂടുതലായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വലുതായിട്ടുള്ള പ്രതീക്ഷകൾ വേണമെന്നില്ല. 2016 ഏപ്രിൽ മാസത്തിന് ശേഷം ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയ്ക്കുള്ളൊരു യോഗം ജാതകത്തിൽ കാണുന്നത് കൊണ്ട് ആ ഒരു കാലഘട്ടം വരെ വലുതായിട്ടുള്ളൊരു ഓവറായിട്ടുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ലാതെ നല്ലതുപോലെ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആപത്തുകൾ ഈ സമയത്തിൽ വന്നു ചേരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള വിഷമങ്ങൾക്കൊന്നും ഇട കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾക്ക് ശ്രമിച്ചിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള മനോവിഷമത്തിന് അവകാശം അവിടെ വരുന്നില്ല. കാരണം ഒരുപാട് വലിയ വിഷമങ്ങൾക്കാണ് ഈ സമയത്തിൽ പൊതുവെ സാധ്യത കാണുന്നത്. എന്തായാലും കാഠിന്യത്തിൻ്റെ കുറവ് സംഭവിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിലും ദുർഗാദേവിയുടെ അമ്പലത്തിലും വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരു പരിധിവരെ ഈ ദോഷത്തിൻ്റെതായിരിക്കുന്ന കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് ഈ ജാതകം തന്നെ ചെയ്യേണ്ടതുകൊണ്ട് മകനോട് തന്നെ പ്രത്യേകം ഈ വഴിപാടുകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയുക.